ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഞാനൊരമ്മയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം ആ അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആ അമ്മയുടെ മകൻ കുറേ നാളുകളായിട്ട് അമ്മ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് അമ്മേനെങ്ങനെ ചെറുതായിട്ട് കബളിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പറ്റിക്കുകയാണ്. അപ്പം അമ്മ ആദ്യമൊക്കെ അത് തൻ്റെ മകനല്ലേ, അമ്മ അങ്ങ് ക്ഷമിച്ച് പോകുമായിരുന്നു. അന്ന് ചെറിയ ചെറിയ തുകകളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് തുകകളുടെ എണ്ണം കൂടി തുടങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ സമ്പാദിക്കുന്നത് മുഴുവൻ അവനാണ്, പക്ഷേ ഇന്നവൻ ധൂർത്തടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവനെ ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും എന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ആയതിനാൽ ഞാൻ ഓരോ തൊട്ടുകളും സൂക്ഷിച്ചു വയ്ക്കുന്നത് അവന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവൻ എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ മോളെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റിയൊരു അമ്മയായ കാരണതാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. പിന്നെ അമ്മ ഇവിടുന്ന് കുറച്ച് ദൂരം മാറിയിട്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയമില്ലാത്തൊരാളുടെ അടുത്ത് സംസാരിക്കാനായിട്ട്, അതായത് ചുറ്റുമുള്ളവരോട് പറയുമ്പോഴല്ലേ അവരപ്പുറം ഇപ്പുറമൊക്കെ പോയി പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും കയറി ചെല്ലുന്ന ഒരു ആളാണ്. അപ്പം അമ്മ ആ ഒരു ഉറപ്പിന്മേലാണ് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. ഞാനൊരു സ്ഥലവും കാര്യങ്ങളോ അല്ലെങ്കിൽ ആളെ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങളത് പുറത്താക്കിയില്ലെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വേദനയാണ് എന്ത്, നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്നവരെ നമ്മളെ പറ്റിക്കുക എന്നുള്ളത്. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ നമ്മളെ ചതിക്കുമ്പോൾ, അല്ലെങ്കിൽ അവഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുമ്പോൾ നമുക്കതൊരിക്കലും അംഗീകരിക്കാനാവില്ല. അതെത്ര ഉറ്റവരാണെന്ന് പറഞ്ഞാലും. ഒരു പെറ്റമ്മയാണ് തൻ്റെ മകൻ ചെയ്ത കാര്യത്തിനെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ അമ്മ എന്തുമാത്രം വേദനിക്കുന്നുണ്ട്. നാളെ ഒരിക്കൽ അത് അവന് തന്നെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് അമ്മ വീണ്ടും പറയുന്നത്. അപ്പോൾ അവൻ മദ്യപിക്കാനോ അല്ലെങ്കിൽ വേറെ ദുശ്ശീലങ്ങൾക്കൊക്കെ പണമെടുക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ അമ്മ അങ്ങനെ പറഞ്ഞത്. എന്തായാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ആരെങ്കിലും, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മളെ ചതിക്കുമ്പോൾ അല്ലെങ്കിൽ പറ്റിക്കുമ്പോൾ അവരെ പിന്നെ വിശ്വസിക്കാനായിട്ട് നമുക്ക് തോന്നില്ല. ചതിച്ചവരെ വീണ്ടും സ്നേഹിച്ച് മുന്നേറാനായിട്ടും സാധിക്കില്ല. അതാണ് സത്യം. താങ്ക് യു.